എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത് മൃത്യുഞ്ജയ ഹോമത്തിനെ കുറിച്ചാണ്. എന്താണ് മൃത്യുഞ്ജയ ഹോമം? ഏതു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൃത്യുഞ്ജയ ഹോമം കഴിക്കുന്നത് എന്നീ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മൃത്യുഞ്ജയ ഹോമം നമ്മൾ കഴിക്കുന്നത് അകാല മരണം, അപകടങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു തറവാട്ടിൽ അകാല മരണം വന്നു കഴിഞ്ഞാൽ ആ തറവാടിനെ അല്ലെ ആ കുടുംബത്തിനെ മുഴുവൻ അത് ബാധിക്കുകയും ആ ഒരു വിഷമത്തിൽ നിന്ന് കരകയറാൻ ആ കുടുംബത്തിന് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള അകാല മരണങ്ങൾ, അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൃത്യുഞ്ജയ രുദ്രനായിട്ടുള്ള മഹാദേവനെ ആവാഹിച്ച് പൂജിച്ച് നടത്തുന്ന ഹോമമാണ് മൃത്യുഞ്ജയ ഹോമം. ഈ മൃത്യുഞ്ജയ ഹോമം കഴിച്ചാലുള്ള ഗുണം നമുക്കറിയാം. ഒരു മരത്തിൽ അല്ലെ ഒരു വള്ളിയിൽ ഒരു പഴം ഉണ്ടായിട്ടുണ്ട്. ആ പഴം പാകമായിട്ട് തനിയെ താഴേക്ക് വീണ് കഴിഞ്ഞാൽ ആ വള്ളി ചിലപ്പോൾ ഉണങ്ങിപ്പോവില്ല. പച്ച ആയിരിക്കുന്ന ഒരു ഫലം അല്ലെങ്കിൽ അത് പാകമാവാതെ നമ്മൾ ശക്തിയോടുകൂടെ വലിച്ചെടുക്കുകയാണെങ്കിൽ ആ മരം ചിലപ്പോൾ മുഴുവനായിട്ട് നശിച്ചു പോവുകയും അല്ലെങ്കിൽ വള്ളി ഉണങ്ങിപ്പോവുകയും ചെയ്യും. അതുപോലെയാണ് മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ കാര്യവും. മൃത്യുഞ്ജയ മന്ത്രം പറയുന്നത് തന്നെ ഇതാണ്. ഒരു കുടുംബത്തിൽ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് കല്യാണം കഴിക്കാനുള്ള കുട്ടികളുണ്ട്. അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അതിൽ പേരക്കുട്ടികളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ജന്മത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മരണത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ കുടുംബത്തിന് അതൊരു വലിയ തീരാ ദുഃഖമൊന്നുമായി മാറില്ല. അതല്ലാതെ കല്യാണം കഴിക്കാനുള്ള കുട്ടികൾ ഒക്കെ നിൽക്കെ അല്ലെങ്കിൽ ബാക്കി പല കാര്യങ്ങളും, പല കടമ്പകളും അദ്ദേഹത്തിന് അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടാവും. അതൊക്കെ ചെയ്തു തീർക്കാതെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരണം സംഭവിച്ച ആ കുടുംബത്തിനെ അത് ബാധിക്കുമല്ലോ. അങ്ങനെയുള്ള ദോഷങ്ങൾ വരാതെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചതിന് ശേഷം മരണത്തിൽ കീഴടങ്ങിയാൽ ആ കുടുംബത്തിന് അത് ബാധ്യത ആയിട്ട് വരില്ല. അങ്ങനെയുള്ള ഒരു ഇതിനാണ് നമ്മൾ മൃത്യുഞ്ജയ ഹോമം കഴിക്കുന്നത്. അപ്പം മൃത്യുഞ്ജയ ഹോമത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, മഹാദേവനായിട്ടുള്ള ശിവനെ ആവാഹിച്ച് 7 ദ്രവ്യങ്ങൾ ഈ ഹോമാഗ്നിയിലേക്ക് നമ്മൾ അർപ്പിക്കും അല്ലെ ഹോമിക്കും. വള്ളിമൊട്ട്, എള്ള് കറുക, പാല്, നെയ്യ്, പായസം, ഇവയാണ് നമ്മൾ 7 ദ്രവ്യങ്ങൾ ഹോമിക്കേണ്ടത്. വള്ളി, ചിറ്റാമൃതൻ്റെ വള്ളിയാണ് ആദ്യമായിട്ട് നമ്മൾ ഹോമിക്കുക. അതുപോലെ മൊട്ട്, പേരാൽ മൊട്ട് ഹോമിക്കും. വള്ളിമൊട്ട്, എള്ള് ഹോമിക്കും. പിന്നെ കറുക ഹോമിക്കും. പാല്, നെയ്യ്, പായസം എന്ന് പറയുന്നത് ഹവിസിലേക്ക് പാലൊഴിച്ച് പഞ്ചസാര ഇടാതെ ഹോമിക്കുന്നതാണ് പായസം. അങ്ങനെ 7 ദ്രവ്യങ്ങൾ 144 എണ്ണം വെച്ച് ഹോമിക്കും മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട്. ഇങ്ങനെ ചെയ്യുന്നതാണ് മൃത്യുഞ്ജയ ഹോമം. മഹാമൃത്യുഞ്ജയ ഹോമമാണെങ്കിൽ ഓരോ ദ്രവ്യങ്ങളും 1008 വെച്ച് ഹോമിക്കും. അങ്ങനെ ഹോമിച്ച് അതിൻ്റെ സമ്പാദമായിട്ടുള്ള നെയ്യ് ഈ പൂജ ചെയ്യുന്നവർക്ക്, ഹോമം ചെയ്യുന്നവർക്ക് പ്രസാദമായിട്ട് നൽകുകയും ഭസ്മം കുറിയിടാൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മൃത്യുദോഷത്തിൽ നിന്നൊക്കെ ആ കുടുംബത്തിനെ സംരക്ഷിക്കാൻ മൃത്യുഞ്ജയ രുദ്രനായിട്ടുള്ള മഹാദേവൻ അനുഗ്രഹിക്കും എന്നുള്ളതാണ് മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പ്രത്യേകത. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.